അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരാണോ നിങ്ങൾ? എങ്കിൽ 12 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന അതിപ്രധാനമായ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നത് തീർച്ചയായും അറിഞ്ഞിരിക്കണം. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം പൂർത്തിയാക്കാനും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും തൊഴിലിൽ മികച്ച പുരോഗതി നേടാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയേക്കാവുന്ന ഈ വ്യാഴമാറ്റത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനായി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വ്യാഴമാറ്റം അഥവാ ഗുരുമാറ്റം. നവഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ശുഭഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. ഇന്ന് നാം ഇവിടെ പരിശോധിക്കുന്നത് 2026 ജൂൺ മാസം 2-ന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഇടയ്ക്ക് അതിചാരമായി ചെറിയൊരു രാശിമാറ്റം സംഭവിക്കുമെങ്കിലും പൊതുവെ ഈ വ്യാഴമാറ്റത്തിൻ്റെ അനുകൂല ഫലങ്ങൾ 2027 ജൂലൈ മാസം വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും. ജ്യോതിഷപരമായി ഈ സംക്രമണത്തിന് വലിയ ഒരു പ്രത്യേകതയുണ്ട്. വ്യാഴം കർക്കടകം രാശിയിലേക്ക് മാറുമ്പോൾ അത് ഉച്ചാവസ്ഥയിലെത്തുന്നു എന്നതാണ് ആ സവിശേഷത. ഒരു ഗ്രഹം അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ ശക്തിയിലും പ്രതാപത്തിലും നിൽക്കുന്ന അവസ്ഥയാണ് ഉച്ചാവസ്ഥ. 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം തൻ്റെ ഈ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. അതിനാൽ ഈ സംക്രമണം നൽകുന്ന ഫലങ്ങൾ വളരെ അതിശക്തമായിരിക്കും. മേടം രാശിയിലാണ് അശ്വതി നക്ഷത്രം ഉൾപ്പെടുന്നത്. വ്യാഴമാറ്റം നടക്കുന്ന സമയത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഗ്രഹനില ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. 2026 ജൂൺ 2 മുതൽ വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്കാണ് കടക്കുന്നത്. ഈ സമയത്ത് ശനി 12-ാം ഭാവത്തിലും രാഹു 11-ാം ഭാവത്തിലും കേതു 5-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഉച്ചാവസ്ഥയിലുള്ള വ്യാഴം സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നും വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ദൃഷ്ടി നിങ്ങളുടെ 8-ാം ഭാവത്തിലേക്കും 10-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും പതിയുന്നുണ്ട്. ഈ ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. 4-ാം ഭാവമെന്നത് നിങ്ങളുടെ ഗ്രഹം, വാഹനം, മാതാവ്, സുഖം, മനസ്സമാധാനം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴം ഈ ഭാവത്തിലേക്ക് കടക്കുന്നത് വലിയ ഗുണങ്ങൾ നൽകും. സ്വന്തമായി ഒരു വീട് എന്ന നിങ്ങളുടെ വലിയ ആഗ്രഹം സഫലമാകുന്ന കാലമാണിത്. പുതിയ ഭൂമി വാങ്ങാനും വീട് വയ്ക്കാനും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. ഏറെ നാളായി വീട് പണി പാതി വഴിയിൽ നിലച്ചുപോയവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകുകയും പണി പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താനും സാധിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കളിയാടും. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. എങ്കിലും വ്യാഴത്തിൻ്റെ ഈ ഭാവത്തിലെ ചില കാര്യങ്ങളിൽ ചെറിയ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. 4-ാം ഭാവം മാതൃസ്ഥാനം കൂടിയായതിനാൽ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കാതെ കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും വണ്ടികൾ ഓടിക്കുമ്പോൾ പ്രത്യേകമായ ജാഗ്രത പുലർത്താനും ഈ സമയം ശ്രദ്ധിക്കണം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിലേക്ക് പതിക്കുന്നത് തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിച്ച മേഖലയിൽ നല്ല ശമ്പളത്തോടുകൂടി ജോലി ലഭിക്കാൻ യോഗമുണ്ട്. നിലവിൽ ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. ജോലിസ്ഥലത്ത് വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇതുവരെ തൊഴിലിടങ്ങളിലുണ്ടായിരുന്ന എതിർപ്പുകൾ അവസാനിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വലിയ നേട്ടങ്ങളുടെ കാലമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും അതിലൂടെ സാമ്പത്തിക ലാഭമുണ്ടാക്കാനും സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറി അവസരങ്ങൾ തുറന്നുകിട്ടും. 8-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കുമുള്ള വ്യാഴദൃഷ്ടി അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും.
പൂർവികമായ സ്വത്തുക്കൾ ലഭിക്കാനോ ഇൻഷുറൻസ്, ചിട്ടി, ലോട്ടറി തുടങ്ങിയവയിലൂടെ വലിയ തുകകൾ നിങ്ങളുടെ കൈകളിൽ വന്നുചേരാനോ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മോചനം ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ അനുകൂലമായ സമയമാണിത്. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കാൻ ഈ കാലയളവിൽ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഈ സമയം മികച്ചതാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിനായി നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാനും ഈ സമയം അനുകൂലമാണ്. 12ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന സമയമായതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കുറച്ചുകൂടി ജാഗ്രത ആവശ്യമാണ്. വലിയ തുകകൾ ബിസിനസ്സിലോ ഷെയർ മാർക്കറ്റിലോ നിക്ഷേപിക്കുന്നത് ശ്രദ്ധിച്ചു വേണം. രേഖകൾ കൃത്യമായി പരിശോധിക്കാതെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കരുത്. ജാമ്യം നിൽക്കുന്നതും കടം കൊടുക്കുന്നതും പരമാവധി ഒഴിവാക്കുക. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ആത്മീയ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കാനും നിങ്ങൾ തയ്യാറാകും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നെയ്വിളക്ക് വഴിപാട് കഴിക്കുന്നതും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ദോഷങ്ങൾ അകറ്റാനും വ്യാഴപ്രീതി ലഭിക്കാനും ഉത്തമമാണ്. പ്രായമായവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായ അറിവുകൾക്കും വിവരങ്ങൾക്കുമായി ജ്യോതിർമണ്ഡലം എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായൊരു കാലം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.